ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മൾ ഇന്ന് ന്യൂക്ലിയർ ഫിസിക്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ആയിരുന്നു അല്ലേ, റൈറ്റ്? സോ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ന്യൂക്ലിയർ മോഡൽ, ദാറ്റ് ഈസ് ഷെൽ മോഡൽ. 1 minute. ഹലോ, കേൾക്കുന്നില്ലേ? ആ ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഡിസ്കസ് ചെയ്തു. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്? സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ. അപ്പൊ നമ്മളുടെ ന്യൂക്ലിയർ മോഡൽസ് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡലും അതുപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡലും. ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ, റൈറ്റ്? ഇങ്ങനെ രണ്ട് മോഡൽസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ സ്ട്രോങ് ഇന്ററാക്ഷൻ മോഡൽ എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. നൗ നമ്മളുടെ ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡലിന്റെ എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് ഷെൽ മോഡൽ, ന്യൂക്ലിയർ ഷെൽ മോഡൽ. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡൽ. അപ്പൊ നമ്മൾ എന്താണ് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡലിന്റെ ബേസിക് അസംഷൻ ആയിട്ട് പറഞ്ഞിരുന്നത്? യെസ്, എന്താണ് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ മോഡലിൽ നമ്മുടെ ന്യൂക്ലിയസ്, ദിസ് ഇസ് സപ്പോസ് ദ ന്യൂക്ലിയസ്, ഇവിടെ ഈ ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും? ഒരു കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ദർ ഈസ് എ കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യലിന്റെ അകത്ത് ഈ ന്യൂക്ലിയൻസിന് എന്ത് ചെയ്യാം? ഇൻഡിപെൻഡന്റ്ലി മൂവ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ബേസിക് അസംഷൻ ഓഫ് ഷെൽ മോഡൽ. എന്താണ്? ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും? ഒരു കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ആ പൊട്ടൻഷ്യലിന്റെ അകത്ത് ഈ ന്യൂക്ലിയോൺസിനെ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാം. നേരെ നമ്മളുടെ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിന് ഓപ്പോസിറ്റ് അല്ലേ? ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എങ്ങനെയായിരുന്നു? ഒരു ന്യൂക്ലിയോണും മറ്റൊരു ന്യൂക്ലിയോണും തമ്മിൽ സ്ട്രോങ്ലി കപ്പിൾഡ് ആയിരുന്നു. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഓരോ ന്യൂക്ലിയോണും എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിപെൻഡന്റ്ലി മൂവ് ചെയ്യാം. ബട്ട് ദേ ആർ വിത്തിൻ ദാറ്റ് കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ. അവരെല്ലാം എന്താണ്? ഒരു കോമൺ ന്യൂക്ലിയർ പൊട്ടൻഷ്യലിനകത്താണ്. സോ ദിസ് ഈസ് ദ ബേസിക് അസംഷൻ. ഇനി എന്താണ് നമുക്ക് ഷെൽ മോഡൽ എന്ന് നോക്കാം. ഈ ഷെൽ മോഡൽ അല്ലെങ്കിൽ ഷെൽ എന്നുള്ള ഈ ഒരു പേര് വേറെ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഷെൽ മോഡൽ അല്ലെങ്കിൽ ഷെൽ എന്നുള്ളത് എനിവൺ? നമ്മുടെ ആറ്റത്തിന്റെ ആറ്റോമിക് മോഡലിൽ നമ്മൾ ഷെൽ മോഡൽ കേട്ടില്ലേടാ? അതായത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഏതിന്റെ പാത്തിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നത്? അതായത് ഇലക്ട്രോൺസ് ഡിഫറെന്റ് ഷെൽസിലായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ? അവിടെ നമ്മൾ ഈ ഷെൽ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഫെമിലിയർ ആണ്. സോ നമുക്ക് അത് വെച്ചൊന്ന് നോക്കിയാലോ, കമ്പയർ ചെയ്താലോ? ദാറ്റ് മീൻസ് എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഓക്കെ, according to this model, the nucleons, that means protons and neutrons, they have been interpreted as forming closed shells of neutrons and protons in analogy with filling of electrons shell in atoms. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ ആറ്റോമിക് മോഡൽ. ഇപ്പൊ ആലോചിക്കുക, ആറ്റോമിക് മോഡൽ എങ്ങനെയാണ്? ഓക്കെ, സെന്ററിൽ ന്യൂക്ലിയസ്, ദെൻ എന്ത് ചെയ്യുന്നു? ഓരോ ഷെല്ലുകളിലായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നു അല്ലെ? ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അതിനെ നമ്മളുടെ ന്യൂക്ലിയർ ഷെൽ മോഡലിനെ ആറ്റോമിക് ഷെൽ മോഡലുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ എന്താണ് ഷെൽസിന് അല്ലെങ്കിൽ എന്താണ് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സപ്പോസ് നമുക്ക് ഹീലിയം എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? ന്യൂക്ലിയസ്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഷെല്ലിൽ എന്ത് ചെയ്യുന്നു? ഓക്കെ, 2 ഇലക്ട്രോൺ. ഇതല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ ഹലോ, ഓക്കെ,
ഇനി അതുപോലെ ഞാൻ ദെൻ നിയോൺ എന്ന് പറയുന്ന അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 10 ആണ്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും 2 8 അല്ലെ. അപ്പൊ അതിന്റെ ന്യൂക്ലിയർ ഷെൽ അറ്റോമിക് ഷെൽ മോഡൽ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ദെൻ സെക്കൻഡിൽ 8 ഇലക്ട്രോൺസ്, ഇങ്ങനെയല്ലേ. ദാറ്റ് മീൻസ് 1 2 3 4 5 6 7 8. ദാറ്റ് മീൻസ് ഒരു അറ്റോമിക് ഷെൽ മോഡലില് ആ ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ നമ്പർ, റൈറ്റ്. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ആറ്റത്തിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ നമ്പർ എന്ന് പറയുന്നത് ആ ആറ്റത്തിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് പറയാൻ കാരണം ഇപ്പൊ അവിടെ നമ്മൾ ഹീലിയം എഴുതി, അതുപോലെ തന്നെ നിയോണും എഴുതി. ഹീലിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ എത്രയുണ്ട്? ആകെ ഒരു ഷെല്ലുള്ള അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ നിയോണിന്റേത് 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, 8 ഇലക്ട്രോൺസ്. അപ്പൊ ദാറ്റ് മീൻസ് ഈ ഷെല്ലുകളൊക്കെ ക്ലോസ്ഡ് ഷെൽസ് ആണ്. നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആറ്റം ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയും. ഒക്ടേറ്റ്, ദാറ്റ് മീൻസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, റൈറ്റ്. അപ്പൊ ഒരു ആറ്റത്തിന്റെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഒക്ടേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവർ ക്ലോസ്ഡ് ഷെൽസ് ആണെങ്കിൽ ഇനി അതിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ ക്ലോസ്ഡ് ഷെൽസ്. അങ്ങനെയുള്ള ആറ്റങ്ങൾ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അതായത് ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ്റം എക്സ്ട്രാ സ്റ്റേബിൾ ആയി, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ the atom with atomic number 2, 10, 18, 36, 54 and 86, they have their electronic shells completely filled. ഈ അറ്റോമിക് നമ്പറുള്ള ആറ്റത്തിന്റെ ഒക്കെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്തവരാണ്. വിച്ച് മീൻസ് ദേ ആർ ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ ബൈൻഡിങ് എനർജി ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഇനേർട്ട് ഗ്യാസസ്. നമ്മളിപ്പോ എഴുതിയതൊക്കെ ഇനേർട്ട് ഗ്യാസസുകളാണ് അല്ലെ. ഹീലിയം, നിയോൺ, ആർഗൻ, ഇതുപോലുള്ള ഇനേർട്ട് ഗ്യാസസുകൾക്ക് അവരെന്തുകൊണ്ടാണ് ഇനേർട്ട് ആവാൻ കാരണം? ദാറ്റ് മീൻസ് അവർ ഹൈലി സ്റ്റേബിൾ ആണ്. എങ്ങനെയാണ് അവർ സ്റ്റേബിൾ ആയത്? അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഷെൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് നമ്മൾ പ്രത്യേകത കണ്ടെത്തിയത്. അതായത് അവരുടെ ഷെൽസുകൾ നോക്കി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഷെൽസുകളാണെങ്കിൽ ആ ആറ്റംസ് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇനേർട്ട് ഗ്യാസസ് വിത്ത് ആറ്റോമിക് നമ്പർ 2, 10, 18, 36, 54 and 86. ഓക്കെ, സോ ഇതേ ഒരു എഫക്റ്റ് നമ്മൾ ഏതിനും കാണാണ്? നമ്മുടെ ന്യൂക്ലിയസിലും കാണാണ്. അതായത് നമ്മൾ ഇതേ ഒരു എഫക്റ്റ് കാണാണ്. എന്താണ് കാണുന്നത്? ന്യൂക്ലിയൈ ദാറ്റ് ഹാവ് 2, 8, 20, 28, 50, 82 and 126. അതായത് ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസോ അല്ലെങ്കിൽ ഈ നമ്പർ ഓഫ് ന്യൂട്രോൺസോ ഉള്ള ന്യൂക്ലിയകളെല്ലാം ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് കാണുന്നു. ഓക്കെ, നമ്മൾ ഷെൽ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്, അതിലേക്ക് വരികയാണ്. അവ എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം, അതായത് 2, 8, 20, 28, 50, 82 and 126 ഈ നമ്പേഴ്സ് ഉള്ള പ്രോട്ടോൺസ്, മേ ബി അത്രയും നമ്പർ പ്രോട്ടോൺസ് ആവും, അല്ലെങ്കിൽ അത്രയും നമ്പർ ന്യൂട്രോൺസ് ആവും. എനിവേ ഈ നമ്പർ പ്രോട്ടോണോ ന്യൂട്രോണോ ഉള്ള ന്യൂക്ലിയകളൊക്കെ ഹൈലി സ്റ്റേബിൾ ആയിട്ട് കാണപ്പെടും. സോ നമുക്കറിയാം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബൈൻഡിങ് എനർജി. സ്റ്റെബിലിറ്റി കൂടിയാൽ സ്വാഭാവികമായും ആ ന്യൂക്ലിയസിന് ഹൈ ബൈൻഡിങ് എനർജി ഉണ്ടായിരിക്കും. മാത്രമല്ല അത് ഹൈലി നേച്ചുറൽ അബണ്ടന്റ് ആയിരിക്കും. അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയ ആയിരിക്കും. അതായത് നാച്ചുറലി നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയ കൂടിയാണ്. സോ ഈ ഒരു സിമിലാരിറ്റി ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് ആറ്റത്തിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ കണ്ടു. ചില പെർട്ടിക്കുലർ അറ്റോമിക് നമ്പർ ഉള്ള ആറ്റംസ് എല്ലാം ഹൈലി സ്റ്റേബിൾ ആയിട്ട് കാണുന്നു. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 2, 10, 18 അല്ലെ. അപ്പൊ നമ്മൾ അത് നോക്കിയപ്പോൾ അവരുടെ ഷെൽസ് എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ടാണ് അവർ ആ സ്റ്റെബിലിറ്റി കാണിക്കാൻ കാരണം. ഇത് സെയിം എഫക്ട് ദാറ്റ് വി ഒബ്സർവ്ഡ് ഇൻ ദ ന്യൂക്ലിയസ് ആൾസോ. ന്യൂക്ലിയൈ ദാറ്റ് ഹാവ് 2, 8, 20, 28 ഈ നമ്പേഴ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉള്ള ന്യൂക്ലിയകൾ ഹൈലി സ്റ്റേബിൾ ആയിട്ട് കാണിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മളുടെ ഈ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ന്യൂക്ലിയർ ഷെൽ മോഡലിനെ ആറ്റോമിക് ഷെൽ മോഡലുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ ആണോ?
സോ ഈ നമ്പേഴ്സ് അപ്പൊ നമ്മളുടെ ഇതെന്താണ്, എങ്ങനെ ഈ നമ്പേഴ്സ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ള ന്യൂക്ലിയൈ എന്തുകൊണ്ടാണ് ഹൈലി സ്റ്റേബിൾ, വൈ ദേ ആർ എക്സ്ട്രാ സ്റ്റേബിൾ. ഓക്കെ, ആ റീസൺ നമ്മൾ എന്ത് ചെയ്യാണ്, ഷെൽ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അവിടെയാണ് നമ്മൾ ഷെൽ മോഡലിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞു കുറച്ച് നമ്പേഴ്സിലെ ഈ നമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് മാജിക് നമ്പേഴ്സ്. They are called magic numbers. Why they are called magic numbers? Because the number of these protons and neutrons with such nuclei have extra stable or extra stability. ഈ numbers ന്യൂട്രോൺസോ പ്രോട്ടോൺസോ ഉള്ള ന്യൂക്ലിയയ്ക്ക് എന്തുണ്ട്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. സോ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ ഇറ്റ് മേ ബി ദ നമ്പർ ഓഫ് ന്യൂട്രോൺ. ഓക്കെ, അത് ഒന്നെങ്കിൽ പ്രോട്ടോണിന്റെ നമ്പർ ആവാം, ഒരു ന്യൂക്ലിയയിലെ പ്രോട്ടോണിന്റെ നമ്പർ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയയിലെ ന്യൂട്രോണിന്റെ നമ്പർ ആവാം. But sometimes it may be both the number of neutron and proton. That means helium atomic number 2 and mass number 4, which means adil etra proton undu, it has 2 protons and number of neutrons is equal to mass number minus atomic number, that is 4 minus 2 is equal to 2. നോക്കിയേ ഈ കേസ് നോക്കിയേ, അതായത് ഇതില് അതിന്റെ പ്രോട്ടോണിന്റെ എണ്ണവും ഒരു മാജിക് നമ്പർ ആണ്, ന്യൂട്രോണിന്റെ എണ്ണവും ഒരു മാജിക് നമ്പർ ആണ്. That means both protons and neutrons are magic numbers. Such nuclei are called doubly magic. അങ്ങനെയുള്ള ന്യൂക്ലിയസിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയകളെ പറയുന്ന പേരാണ് ഡബ്ലി മാജിക് ന്യൂക്ലിയൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡബ്ലി മാജിക് ആയിട്ടുള്ള ന്യൂക്ലിയൈഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, സെയിം കേസ്, സിമ്പിൾ. ഓക്സിജൻ 816. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്, പ്രോട്ടോണിന്റെ എണ്ണം 8, ന്യൂട്രോണിന്റെ എണ്ണം എന്താണ്, മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺ നമ്പർ, ദാറ്റ് ഈസ് 16 മൈനസ് 8 ഈസ് ഈക്വൽ ടു 8. ഓക്കെ, ഇവിടെയും എന്താണ്, പ്രോട്ടോൺ നമ്പറും അതുപോലെ തന്നെ ന്യൂട്രോൺ നമ്പറും ഒരു മാജിക് നമ്പർ ആണ്. സോ ഇറ്റ് ഈസ് ഡബ്ലി മാജിക്. ദെൻ കാൽഷ്യത്തിൽ നോക്കിയേ 20 40 ആണ്. സോ പ്രോട്ടോൺ നമ്പറും 20, അതുപോലെ തന്നെ ന്യൂട്രോൺ നമ്പറും 20. ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ ചെയ്ത 3 കേസിലും പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും സെയിം ആണ്. അങ്ങനെ ആവണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടോ? അതായത് രണ്ടും സെയിം ആയാൽ മാത്രമേ ഡബ്ലി മാജിക് ആവുന്നുണ്ടോ? നോ. അതിനാണ് ഇവിടെ ലെഡിന്റെ എക്സാമ്പിൾ നോക്കിയേ. ലെഡിന്റെ എക്സാമ്പിൾ ഓക്കെ, PB എത്രയാണ്, ആറ്റോമിക് നമ്പർ 82 ആൻഡ് മാസ് നമ്പർ ഈസ് 208. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 82, which is a magic number. Then what about number of neutron? Mass number minus atomic number 208 minus 82 ചെയ്താൽ we will obtain 126, which is a magic number. So proton എണ്ണവും ന്യൂട്രോൺ എണ്ണവും സെയിം ആവണം എന്നുള്ള കണ്ടീഷൻ ഇല്ല. ബട്ട് എന്തായിരിക്കണം, രണ്ടും ന്യൂട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും മാജിക് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ such nuclides are called doubly magic. So examples ഓർത്തു വെക്കണം, which are the helium, oxygen, calcium and lead. So these are doubly magic nuclides. So doubly magic nuclides are nothing but both the proton number and neutron numbers are magic numbers. Which are the magic numbers? 2, 8, 20, 28, 50, 82, 126. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കോഡുകളും യൂസ് ചെയ്യാം. ഇപ്പൊ 2, 8 അല്ലെ, ദെൻ നമുക്കറിയാം ഇത് രണ്ടും കൂട്ടി എഴുതാം 28, ദെൻ ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, തിരിച്ചെഴുതാം 82. ഓക്കെ, ഇപ്പൊ 2 ഉണ്ട്, 8 ഉണ്ട്, 28 ഉണ്ട്, 82 ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു 20യും അതുപോലെ എന്തുകൊണ്ട് 50 ഉണ്ട്, 20 ഉണ്ട്, 50 ഉണ്ട്, ദെൻ 26. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പല ഇതും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, മാജിക് നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം, നമ്പേഴ്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇനി ഈ മാജിക് നമ്പേഴ്സിന്റെ പ്രത്യേകതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഈ നമ്പേഴ്സ് എന്താണ്, ഈ നമ്പർ ഉള്ള ന്യൂക്ലിയൈഡ്സ് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രോപ്പർട്ടീസുകൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിലൊന്നാണ് നമ്മൾ പറഞ്ഞു കാൽഷ്യം 2040 എന്നുള്ളത് ഒരു ഡബ്ലി മാജിക് ആണ്. സോ ദാറ്റ് കാൽഷ്യം ഹാസ് 6 സ്റ്റേബിൾ ഐസോട്ടോപ്സ്. അതിനെന്തുണ്ട്, 6 സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഉണ്ട്. ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം സെയിം അറ്റോമിക് നമ്പർ ബട്ട് വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ, റൈറ്റ്? സോ അങ്ങനെയുള്ള 6 സ്റ്റേബിൾ ഐസോട്ടോപ്പുകൾ കാര്യക്കുണ്ട്, കാൽഷ്യത്തിനുണ്ട്. അതുപോലെ ടിൻ ഹാവ്സ് 10 സ്റ്റേബിൾ ഐസോട്ടോപ്പ്. കണ്ടോ, ടിന്നിന്റെ പ്രോട്ടോണിന്റെ എണ്ണം 50 ആണ്, വിച്ച് ഈസ് എ മാജിക് നമ്പർ. സോ ഇറ്റ് ഹാസ് 10 സ്റ്റേബിൾ ഐസോട്ടോപ്പ്.
അപ്പൊ എന്താണ് മാജിക് നമ്പേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, അത് സ്റ്റേബിൾ. അത്തരം ന്യൂക്ലൈഡുകൾ, അത്തരം മാജിക് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലൈഡുകളിൽ എന്ത് കാണിക്കുന്നുണ്ട്, ദേ ഹാവ് സ്റ്റേബിൾ ഐസോടോപ്സ്, അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പുകൾ ഉണ്ട്. നെക്സ്റ്റ്, ഓക്കെ, ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഐസോട്ടോൺസ്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്, റൈറ്റ്, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അങ്ങനെയുള്ള ന്യൂക്ലൈഡ് കാണിക്കുന്ന ലാർജസ്റ്റ് ഗ്രൂപ്പിന്റെ ഒക്കെ എന്താണ് ന്യൂട്രോൺ നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 80 to 50 20, വിച്ച് മീൻസ് ഇതെല്ലാം എന്താണ് മാജിക് നമ്പേഴ്സ് ആണ്. ദാറ്റ് മീൻസ് മാജിക് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലൈഡ്സുകൾക്ക് എന്തുണ്ട്, ദേ ഹാവ് എ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഐസോട്ടോൺസ് ഉണ്ട്. അതുപോലെ മാജിക് നമ്പർ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്കറിയാം ഒരുപാട് റേഡിയോ ആക്റ്റീവ് ഡീകേസ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സീരീസ്, നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ആക്റ്റീവ് സീരീസ്, ഒരു എന്താണ് നമ്മൾ ഒരു എക്സ്റ്റേണൽ എനർജി ഒന്നും കൊടുക്കാതെ നാച്ചുറലി സംഭവിക്കുന്ന സീരീസ് ആയിട്ടുള്ള യുറേനിയം ഡീകേ, തോറിയം ഡീകേ, ആക്ടീനിയം ഡീകേ, ഇതിന്റെ എല്ലാം എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെഡ്. ലെഡിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് എ ഡബ്ലി മാജിക് ന്യൂക്ലൈഡ്. അതിന്റെ പ്രോട്ടോൺ നമ്പറും അതിന്റെ ന്യൂട്രോൺ നമ്പറും ഒരു മാജിക് നമ്പർ ആണ്. സോ ഇങ്ങനെ നടക്കുന്ന നാച്ചുറലി ഒക്വയർ ചെയ്യുന്ന യുറേനിയം ഡീകേ, തോറിയം ഡീകേ, ആക്ടീനിയം ഡീകേ, ഇതിന്റെ എല്ലാം എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡബ്ലി മാജിക് ന്യൂക്ലൈഡ് ആണ്. ഏതാണ് ഡബ്ലി മാജിക് ന്യൂക്ലൈഡ്, ഇറ്റ് ഈസ് എന്താണ് ലെഡ് ആണ്. സോ അതും എന്താണ് മാജിക് നമ്പേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. Okay, then another important property associated with magic number is electric quadrupole moment. മാജിക് നമ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. സോ എന്താണ് നമുക്ക് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് ഉണ്ടോ? സോ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ്, അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പഠിച്ചു ഇറ്റ് ഈസ് എന്താണ് സ്ഫെറിക്കൽ സിമെട്രി ആണ് എന്ന് നമ്മൾ പഠിച്ചു. സോ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഏതൊരു ന്യൂക്ലിയസും അതിന്റെ സ്ഫെറിക്കൽ സിമെട്രിയിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സ്ഫെറിക്കൽ സിമെട്രിയിൽ നിന്നും എത്രത്തോളം മാറിപ്പോകുന്നു. സോ ദാറ്റ് ഡീവിയേഷൻ ഈസ് കാൾഡ് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ്. സോ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് നത്തിങ് ബട്ട് the measure of deviation of a nucleus from its എന്താണ് spherical symmetry or spherical shape. ഒരു ന്യൂക്ലിയസ് അതിന്റെ സ്ഫെറിക്കൽ സിമെട്രിയിൽ നിന്നും അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു, ആ ഡീവിയേറ്റ് ചെയ്ത മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ്. ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് Q എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. Q is equal to 1 by E into integral rho into 3z square minus r square d ട്ടോ. ഇതിൽ ഈ റോ കണ്ടോ, റോ എന്ന് പറയുന്നത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിൽ ചാർജ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, വെദർ ഇറ്റ് ഈസ് സിമെട്രിക് ഓർ നോട്ട് എന്നുള്ളതിന് ഒരു വിവരവും നമുക്ക് തരും. സോ എന്താണ് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് ഈസ് റിലേറ്റഡ് വിത്ത് charge distribution or charge density rho. It says that electric quadrupole moment explains that whether the charge in a nucleus are distributed symmetrically or not. So rho is the charge density and r is the radial distance from the center of nucleus, and z is not the atomic number here, it is the axis of symmetry. കാരണം നമ്മൾ സ്ഫെറിക്കൽ സിമെട്രിയിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതല്ലേ പറയുന്നത്. സോ ഇസഡ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഇറ്റ് ഈസ് ദ ആക്സിസ് ഓഫ് സിമെട്രി. സോ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് Q is equal to 1 by into integral rho into 3z square minus r square d ട്ടോ. ഓക്കെ, സോ എന്താണ് സ്ഫെറിക്കൽ സിമെട്രിയിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു അതിന്റെ മെഷറാണ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു സ്ഫെറിക്കൽ ന്യൂക്ലിയസിന്റെ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് എത്രയായിരിക്കും, സ്ഫെറിക്കൽ സിമെട്രിയിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ മെഷറാണ് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ്. സോ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് ഓഫ് എ ന്യൂക്ലിയസ് വിത്ത് സ്ഫെറിക്കൽ സിമെട്രി? എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് 0 അല്ലെ, കാരണം അത് ഓൾറെഡി സ്ഫെറിക്കൽ സിമെട്രി ആണ്. അപ്പൊ സ്ഫെറിക്കൽ സിമെട്രിയിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ മെഷറാണ്. അപ്പോൾ ഇവിടെ സ്ഫെറിക്കൽ ആകുമ്പോൾ നോ ഡീവിയേഷൻ, സോ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് ഈസ് 0. ഉണ്ടോ, സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിന്റെ ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി വാട്ട് അബൌട്ട് ഇനി എന്താണ് ഓക്കെ എന്താണ് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റിൽ
ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൂവ്മെന്റ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ Q ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്താണ് ഇതുപോലെ ഒരു പംകിൻ ഷേപ്പ് ആയിരിക്കും കിട്ടുക അല്ലെ. ഹാവ് എ ഷേപ്പ് ലൈക്ക് ന്യൂക്ലിയസ് എന്ത് ഷേപ്പ് ആയിരിക്കും, ഒരു പംകിൻ അല്ലെങ്കിൽ നമ്മൾ ഒബ്ലേറ്റ് എന്ന് പറയും, ഒബ്ലേറ്റ് ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൂവ്മെന്റ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് Q greater than 0. So we have a prolate shaped nucleus, or it is just like a football. Okay, so that is electric quadrupole moment with a spherical symmetry is 0, and with a negative electric quadrupole moment we have an oblate shape, and for positive electric quadrupole moment we have prolate shape. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് Q എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് ഈസ് ബാൺ. ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് യൂണിറ്റ് ബാൺ ആണ്. 1 ബാൺ ഇസ് ഈക്വൽ ടു 10⁻⁻28 മീറ്റർ. ഓക്കെ, പിന്നെ നമ്മൾ ഓക്കെ പറഞ്ഞത് തന്നെയാണ്. ഫോർ സ്പെറിക്കൽ ന്യൂക്ലിയസ് ആകുമ്പോൾ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി എന്താണ് Q ലെസ് ദാൻ 0 Q ഗ്രേറ്റർ ദാൻ 0 ഉള്ള കേസ്. ഓക്കെ, ഈ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ്, അപ്പൊ മാജിക് നമ്പേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞത്, റൈറ്റ്. സോ അപ്പൊ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് ഓഫ് എ ന്യൂക്ലിയസ് വിത്ത് മാജിക് നമ്പർ എന്തായിരിക്കും? മാജിക് നമ്പർ ഉള്ള ഒരു ന്യൂക്ലൈഡിന്റെ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് എന്തായിരിക്കും? ഡു യു ഹാവ് എനി ഐഡിയ? ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു എന്താണ്, മാജിക് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലൈഡുകൾ ഹൈലി സ്റ്റേബിൾ ആണ് അല്ലെ, ഹൈലി സ്റ്റേബിൾ ആണ്. നമ്മൾ എന്താണ് ഹൈലി സ്റ്റേബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഹൈ ബൈൻഡിങ് എനർജി ഉണ്ടായിരിക്കണം. സോ അത് എന്ത് ഷേപ്പിൽ നിൽക്കണം? സ്പെറിക്കൽ ഷേപ്പിൽ നിൽക്കണം. യെസ്, സോ മാജിക് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലൈഡുകളുടെ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും, വളരെ ലെസ് ആയിരിക്കും, ഇറ്റ് ഈസ് നിയർ ടു 0. അതെ, എന്താണ് 0 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 0യുടെ അടുത്തായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അത്തരം ന്യൂക്ലൈഡുകൾ എന്ത് ഷേപ്പ് ഉണ്ടായിരിക്കും? സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും. സോ എന്താണ് ദ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് ഓഫ് ദ ന്യൂക്ലൈഡ് വിത്ത് മാജിക് നമ്പേഴ്സ് ആർ 0 ആൻഡ് സച്ച് ന്യൂക്ലൈ ഹാവ് സ്പെറിക്കൽ ഷേപ്പ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ പ്രോപ്പർട്ടീസുകൾ, മാജിക് നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ മാജിക് നമ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2, 8, 20, 28, 50, 82 and 126. So these are the magic numbers. ഇത്തരം രണ്ടും മാജിക് നമ്പേഴ്സ് ആണെങ്കിൽ, പ്രോട്ടോൺസിന്റെ ഉണ്ടോ ന്യൂട്രോൺസിന്റെ ഉണ്ടോ മാജിക് നമ്പേഴ്സ് ആണെങ്കിൽ they are called doubly magic nuclides. എക്സാമ്പിൾ ഹീലിയം, ഓക്സിജൻ, കാൽഷ്യം, etc. Then നമ്മൾ പറഞ്ഞു അതിന്റെ പ്രോപ്പർട്ടീസ്. They have stable isotopes, stable isotons, and the end product of radioactive decay we say doubly magic എന്താണ് ഒരു ന്യൂക്ലൈഡ് ആയിരിക്കും. Then electric quadrupole moment. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, അപ്പൊ നമ്മളുടെ പ്രോബ്ലം എന്താണ്? നമ്മളുടെ മുന്നിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഈ മാജിക് നമ്പേഴ്സ് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. അതിന്റെ റീസൺ നമുക്ക് എന്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം? ഷെൽ മോഡൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് ഹൗ ദ ഇമ്പോർട്ടൻസ് ഓർ ദ എക്സിസ്റ്റൻസ് ഓഫ് മാജിക് നമ്പേഴ്സ്, എങ്ങനെയാണ് മാജിക് നമ്പേഴ്സിന്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഷെൽ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക? ഹൗ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് മാജിക് നമ്പേഴ്സ് ബൈ ഷെൽ മോഡൽ. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്ന ഒന്നുമല്ല, സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാവുന്ന ഒരു ഷെൽ മോഡലാണ് ആറ്റോമിക് ഷെൽ മോഡൽ. ആറ്റോമിക് ഷെൽ മോഡലുമായിട്ട് നമ്മളുടെ ന്യൂക്ലിയർ ഷെൽ മോഡൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ആറ്റോമിക് ഷെൽ മോഡൽ ഒന്ന് ജസ്റ്റ് നോക്കാം. ആറ്റോമിക് ഷെൽ മോഡലിൽ നമുക്കറിയാം എന്താണ്? ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഷെൽസുകൾ ഉണ്ട്. ഈ ഷെൽസുകളിലാണ് ഇലക്ട്രോൺസിനെ നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഇലക്ട്രോൺസ് എന്തിനു ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും. അവിടെയുള്ള പൊട്ടൻഷ്യൽ ഏതാണ്? കൊളംബിക് പൊട്ടൻഷ്യൽ. ബിക്കോസ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും എല്ലാം അവിടെ എന്തുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. സോ ആ ഒരു കൊളംബിക് പൊട്ടൻഷ്യലിന് അകത്താണ് ഇലക്ട്രോൺസ് ഷെല്ലുകളിൽ റിവോൾവ് ചെയ്യുന്നത്. ഇതല്ലേ ആറ്റോമിക് മോഡലിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ന്യൂക്ലിയസിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡലിലോട്ട് വരുമ്പോൾ, ന്യൂക്ലിയർ മോഡലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ there is no such well defined potential. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡന്റ് മോഡൽ ആണ് എന്ന് പറയുന്നത് ഷെൽ മോഡൽ. ആ ഇൻഡിപെൻഡന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കോമൺ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, അതിന്റെ അകത്ത് ന്യൂക്ലിയോൺസ് ഇങ്ങനെ എന്താണ് ഇൻഡിപെൻഡന്റ്ലി നിൽക്കുകയാണെന്നുള്ളത്. പക്ഷേ ആറ്റോമിക് മോഡലിൽ നമുക്കൊരു വെൽ ഡിഫൈൻഡ് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് കൊളംബിക് പൊട്ടൻഷ്യൽ.
അങ്ങനെയുള്ള ഒരു വെൽ ഡിഫൈൻഡ് പൊട്ടൻഷ്യൽ നമുക്ക് ഏതിലില്ല? ന്യൂക്ലിയർ മോഡലിൽ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന പൊട്ടൻഷ്യലുകളാണ് ഏതൊക്കെ? ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ ഒക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പൊട്ടൻഷ്യൽ. സോ ഇതിനൊക്കെ ഒരു മാത്തമാറ്റിക്കൽ എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് അതിന്റെ തിയറിയാണ്. എങ്ങനെ നമ്മൾ ഷെൽ മോഡലിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതിന്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, സോൾവ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഗ്രാഫ് വരച്ചു. ദെൻ അപ്പൊ നമുക്ക് കിട്ടിയത് ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ അതുപോലെ ഹാർമോണിക് ഓസിലേറ്ററും. ഇവിടെ നോക്കിയേ, നമ്മളുടെ എനർജി ലെവൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എനർജി ലെവൽസിൽ കിട്ടിയ നമ്പേഴ്സ് മാത്രം നിങ്ങൾ നോക്കുക. ഹാർമോണിക് ഓസിലേറ്ററിലും അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലും കിട്ടിയ നമ്പേഴ്സ് നോക്കുക. 2 അതൊരു മാജിക് നമ്പർ ആണ്. ഓക്കെ, 8 മാജിക് നമ്പേഴ്സിന്റെ എക്സിസ്റ്റൻസ് എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബൈ യൂസിങ് ഷെൽ മോഡൽ. Okay, 2, 8, 18. 18 is not a magic number. So the 20, okay, not 34, 40, 50 ഇതൊന്നും പിന്നീടൊന്നും ശരിയായില്ല. ഓക്കെ, ആകെ നമുക്ക് ശരിയായി വന്നത് 2ഉം 8ഉം 20 ആണ്. ഇവിടെ നോക്കി, ഇനി ഹാർമോണിക് ഓസിലേറ്റർ വെച്ചിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്തിട്ട് എനർജി ലെവൽസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ന്യൂക്ലിയോൺസിനെ ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ 2, okay, 8, okay, 20, okay, 40 is not a magic number, 70 is not a magic number, right? അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പൊട്ടൻഷ്യൽസ് ഒന്നും വെച്ചിട്ട് നമുക്ക് മാജിക് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ ഈ പൊട്ടൻഷ്യൽസ് ഒന്നുമല്ല എന്ത് ന്യൂക്ലിയർ ഷെൽ മോഡലിൽ സ്യൂട്ട് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അപ്പൊ നമുക്ക് ഇതല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമുക്ക് മനസ്സിലായി എന്താണ് അപ്രോക്സിമേറ്റ്ലി ഒരു എന്താണ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലും അല്ല, ഹാർമോണിക് ഓസിലേറ്ററും അല്ല, ബട്ട് എന്താണ് അതിന്റെ ഇടയിൽ സംവാട്ട് ഇന്റർമീഡിയറ്റ് ഇൻ ദാറ്റ്. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? വുഡ് സാക്സൺ പൊട്ടൻഷ്യൽ. വുഡ് സാക്സൺ പൊട്ടൻഷ്യൽ ആണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് വുഡ് സാക്സൺ പൊട്ടൻഷ്യൽ? ദിസ് ഇസ് ദ വുഡ് സാക്സൺ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് നോക്കിയേ, നമ്മളുടെ ഹാർമോണിക് ഓസിലേറ്റർ. ഇവിടെ നമുക്ക് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ദെൻ ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്. കണ്ടോ, ഇതൊന്നും അല്ലാതെ അല്ലാത്ത ഒന്ന് കണ്ടോ, വുഡ് സാങ്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോ ഇതിന്റെ രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ആയി വരുന്ന വുഡ് സാങ്ഷൻ പൊട്ടൻഷ്യൽ ആണ് എന്താണ് ഒന്നുകൂടി അപ്രോക്സിമേറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഒന്നും കൂടി അപ്രോക്സിമേറ്റ്, ഇതിന് രണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി അപ്രോക്സിമേറ്റ് എന്നാണ് വുഡ് സാങ്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ബട്ട് സ്റ്റിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ മാജിക് നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, മാജിക് നമ്പേഴ്സ് എന്താണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യുന്നു നോക്കാം. നോക്കിയേ, ഹിയർ ആൾസോ എന്താണ് in between rounded edges called wood sanction potential. Here also when the Schrodinger equation gets solved, the number emerges in the energy level does not match with the magic numbers. ഇവിടെയും എനർജി ലെവൽസിൽ എമേർജ് ചെയ്യുന്ന നമ്പേഴ്സ് എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല? മാജിക് നമ്പേഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. Okay, so here comes the importance of spin orbit interaction. അവിടെയാണ് നമ്മളുടെ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എങ്ങനെയാണ് നമ്മളെ ഷെൽ മോഡലിലേക്ക് സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ എൻറ്റർ ചെയ്തത്, അതിന്റെ എൻട്രിയുടെ ജസ്റ്റ് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളത്. കാരണം നമുക്ക് ഷെൽ മോഡൽ വെച്ചിട്ട് മാജിക് നമ്പേഴ്സിന്റെ എക്സിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സ് ഉള്ള ന്യൂക്ലിയസ് മാത്രം വൈ ദേ ആർ മോർ സ്റ്റേബിൾ എന്നുള്ളത് നമ്മൾ ഷെൽ മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ വുഡ് സാങ്ഷൻ പൊട്ടൻഷ്യൽ വരെ എത്തി. ബട്ട് സ്റ്റിൽ നമ്മൾ എന്താണ് എനർജി ലെവൽസിൽ നമ്പേഴ്സ് നോക്കിയപ്പോൾ അത് മാജിക് നമ്പേഴ്സുമായിട്ട് മാച്ച് അല്ല. So here there comes the importance of spin orbit interaction. So ഇനിയാണ് നമ്മൾ എന്താണ് സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഫസ്റ്റ് ആദ്യം ആറ്റോമിക് ഷെൽ മോഡലിലേക്ക് പോകുന്നു. ഓക്കെ, ആറ്റോമിക് ഷെൽ മോഡലിൽ ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് ഓർബിറ്റുകളിൽ റിവോൾവ് ചെയ്യുന്നു അല്ലെ, ദേ ആർ റിവോൾവിംഗ് around the nucleus in particular orbits. So എന്താണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു പെർട്ടിക്കുലർ പാത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. സോ ഇറ്റ് ഹാസ് ആൻ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ആ ഇലക്ട്രോൺ എന്തുണ്ടാവും? ഒരു ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഉണ്ടായിരിക്കും. ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കാരണം അതിനെന്തുണ്ടായിരിക്കും? ഒരു
ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കും. ഇറ്റ് ഹാസ് എ മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു ഇറ്റ്സ് ഓർബിറ്റൽ മോഷൻ. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള, ശ്രദ്ധിക്കണേ, ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. സോ അതിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള അതിന്റെ ഓർബിറ്റൽ മോഷൻ കാരണം അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ അതിന്റെ തന്നെ ആക്സിസിലും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? അത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഇലക്ട്രോൺ അതിന്റെ ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഡ്യൂ ടു ദാറ്റ് സ്പിൻ ഇറ്റ് ഹാസ് ആൾസോ എ എന്താണ് സ്പിൻ ആംഗുലാർ മൊമെന്റം, ഓർ എന്താണ് ദർ ഈസ് എ മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു സ്പിൻ ആൾസോ. അപ്പോ എന്താണ് മ്യൂ എല്ലും ഉണ്ട്, മ്യൂ എസ് ഉണ്ട്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു സ്പിൻ. ഓക്കെ, ഇങ്ങനെ രണ്ട് മാഗ്നറ്റിക് മൊമെന്റുകൾ. ഇപ്പൊ നമ്മൾ ഏതാ പറയുന്നത്? ആറ്റോമിക് മോഡലാണ്, ന്യൂക്ലിയർ മോഡലിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, ആറ്റത്തിന്റെ മോഡലിൽ ഇങ്ങനെ ഉണ്ട്. സോ ഇവിടെ രണ്ട് മാഗ്നറ്റിക് മൊമെന്റ് നമുക്കുണ്ട്, ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ആൻഡ് ഡ്യൂ ടു സ്പിൻ. These two magnetic moments interact each other. ഈ രണ്ട് മാഗ്നറ്റിക് മൊമെന്റുകളും എന്ത് ചെയ്യുന്നു? പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു. That interaction is called spin orbit interaction. അതിനെയാണ് നമ്മൾ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിളിന്റെ, ശ്രദ്ധിക്കണേ, ഒരു പാർട്ടിക്കിളിന്റെ ആ പാർട്ടിക്കിൾ അസോസിയേറ്റ് ആയിട്ടുള്ള രണ്ട് മാഗ്നറ്റിക് മൊമെന്റുകൾ, ഓക്കെ, എന്തൊക്കെ കാരണം കൊണ്ടുള്ള ഓർബിറ്റൽ മോഷനും ആ പാർട്ടിക്കിളിന്റെ സ്പിന്നും കാരണമുള്ള മാഗ്നറ്റിക് മൊമെന്റ്സുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ദാറ്റ് ഇന്ററാക്ഷൻ ഈസ് കാൾഡ് സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ. ഓക്കെ, അപ്പോ ഒരു ആറ്റത്തിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്തുണ്ട്? ഇലക്ട്രോൺ ഈ രണ്ട് ഉണ്ടാണ്ട് ഇവര് തമ്മിൽ എന്തുണ്ട്? ഒരു സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആറ്റത്തിന്റെ കേസിൽ ഇപ്പോ ഒരു എന്താണ് ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ എന്താണ് മാഗ്നറ്റിക് മൊമെന്റ്, സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് രണ്ടും സെയിം ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ എനർജി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇത് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ന്യൂക്ലിയസിൽ എത്തുമ്പോൾ ഇതേ കേസ് ഡിസ്കസ് ചെയ്യും. ബട്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ലോ എനർജി ആയിരിക്കും. ഇതാണ് ആറ്റത്തിന്റെ കേസ്. ഓക്കെ, സോ അപ്പൊ എന്താണ് സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു? ഇതേ സെയിം കേസ് നമ്മൾ ന്യൂക്ലിയർ മോഡലിലേക്ക് വരുന്നു. ന്യൂക്ലിയർ മോഡലിൽ ഉള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ന്യൂട്രോൺസും പ്രോട്ടോൺസും. ഓക്കെ, ഇവരും എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോൺ ഈസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇവർക്കും എന്തുണ്ട്? ഓർബിറ്റൽ മോഷൻ കൊണ്ടുള്ള മാഗ്നറ്റിക് മൊമെന്റും സ്പിന്ന് കൊണ്ടുള്ള മാഗ്നറ്റിക് മൊമെന്റും ഉണ്ട്. ദേ ആർ ഫെർമിയോൺസ്. ഇലക്ട്രോണിനെ പോലെ ന്യൂട്രോണും പ്രോട്ടോണും എന്താണ്? ഫെർമിയോൺസ് ആണ്. സോ ദേ ഹാവ് എ സ്പിൻ ഓഫ് 1/2. സോ ദേ ഹാവ് ആൾസോ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു സ്പിൻ, മ്യൂവൽ ആൻഡ് മ്യൂസ്. അപ്പൊ ഇവരുടെ ഒരു ന്യൂക്ലിയസിനകത്തുള്ള ഓരോ പ്രോട്ടോണിനും ഓരോ ന്യൂട്രോണിനും എന്തുണ്ട്? ഇത് രണ്ടും ഉണ്ട്. സോ ഇവരുടെ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷനെയാണ് നമ്മൾ ന്യൂക്ലിയർ മോഡലിലെ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. So spin orbit interaction is the interaction of magnetic moments associated with spin and orbital mass of the particle. In case of nucleus in the case എങ്ങനെയാണ്? Neutrons and protons exhibit spin orbit coupling. അവർ എന്ത് കാണിക്കുന്നുണ്ട്? spin orbit coupling കാണിക്കുന്നുണ്ട്. Because എന്തുകൊണ്ടാണ്? They have a non-zero magnetic moment and they have spin ഉണ്ട് because they are fermions and they have a motion inside the nuclear potential. So they have also spin orbit coupling. ഇനിയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്, വിച്ച് ഈസ് 20 times സ്ട്രോങ്ങർ ദാൻ ദ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇൻ ആറ്റംസ്. നമ്മൾ പറഞ്ഞു ആറ്റോമിക് ഷെൽ മോഡലിലും അല്ലെങ്കിൽ ആറ്റംസിലും ഇതേ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ അത് അത്രത്തോളം കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ന്യൂക്ലിയർ മോഡലിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൺസിഡർ ചെയ്യുന്നു. ബിക്കോസ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇൻ ന്യൂക്ലിയസ് ഈസ് 20 times സ്ട്രോങ്ങർ ദാൻ ദി സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇൻ ആറ്റംസ്. അതുകൊണ്ട് തന്നെ എന്താ നടക്കുന്നത്? അതുകൊണ്ട് തന്നെ the spin orbit interaction in nucleus leads to the splitting of energy levels. This is our point. ന്യൂക്ലിയർ മോഡൽസിലെ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ ആറ്റത്തിലെ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷനേക്കാൾ 20 times കൂടുതലായതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിലെ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ കാരണം അതിന്റെ എനർജി ലെവൽസുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. There is a splitting of energy levels. So this splitting completely changes the nuclear energy diagram.
അതെന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ എനർജി ഡയഗ്രത്തെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ. ഇനി നമുക്ക് ഇതിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ബേസിക്, അപ്പൊ നമ്മളൊക്കെ അറിയാം എന്താണ്, നമുക്ക് ആറ്റത്തെ നമുക്കറിയാം എന്താണ്, നമ്മൾ ഓരോ എനർജി ലെവൽസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ ന്യൂക്ലിയസിനും ഒരു പെർട്ടിക്കുലർ എനർജി ലെവൽസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഷെൽ മോഡലിൽ എന്തുണ്ട്? കുറെ എനർജി ലെവൽസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ എന്താണ്, നമ്മുടെ ന്യൂക്ലിയോൺസിനെ, ന്യൂട്രോണോ പ്രോട്ടോണോ ആയിക്കോട്ടെ, ന്യൂക്ലിയോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ, ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ എനർജി ലെവൽസുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെ? സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എനർജി ലെവൽസുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ദാറ്റ് ഈസ് ദ എഫക്ട് ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇൻ ന്യൂക്ലിയർ ഷെൽ മോഡൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റമാണ് നമ്മളുടെ എനർജി ലെവൽ ഡയഗ്രത്തിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് കുറച്ച് ബേസിക് ഉള്ളത് എന്താണ്? സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്, ദാറ്റ് ഈസ് LS കപ്ലിംഗ്. അതിൽ L എന്താണ്? ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, S സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, ദെൻ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റസ്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇപ്പോൾ ആറ്റത്തിന്റെ കേസിലായാലും നമുക്ക് എന്തുണ്ട്? ഷെൽസുകൾ ഉണ്ട് അല്ലെ? എന്താണ്? മെയിൻ ഷെൽ ആയിട്ടുള്ള KL, MN, അതുപോലെ സബ് ഷെല്ലുകളായിട്ടുള്ള SP, DF ഒക്കെ ഉണ്ട്. സോ അതുപോലെ ഇവിടെയും എന്തുണ്ട്? നമുക്ക് ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? SP, D, F, G എന്ന് പറയുന്ന ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റസുകൾ ഉണ്ട് അല്ലെ? ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റസുകൾ ഉണ്ട്. ആൻഡ് എന്താണ്? അവരുടെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്താണ്? L എന്ന് പറയുന്നത് L is equal to 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകും. ദാറ്റ് ഈസ് for S orbital L is equal to 0, for P orbital L is equal to 1, for D L is equal to 2 അങ്ങനെ എന്താണ്? ഓക്കെ, സോ ദെൻ ന്യൂക്ലിയർ എനർജി ഓക്കെ, അത് നമുക്ക് പിന്നെ നോക്കാം. ഇനി എന്താ നമ്മളിപ്പോ പറഞ്ഞില്ലേ എന്താണ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇതിൽ നടക്കുന്നുണ്ട്? നമ്മളുടെ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റുകളിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്നുള്ള ഒരു ഡെഫിനിഷൻ വൈസ് നമുക്ക് നോക്കാം. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ഓക്കെ, നമ്മളുടെ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടടാ? നമ്മളെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. അപ്പോ സപ്പോസ് ഇപ്പൊ 2 ന്യൂക്ലിയോണുള്ള ഒരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിന് അതിന്റെ എന്തുണ്ടായിരിക്കും? ഒരു സ്പിൻ ആംഗുലാർ മൊമെന്റ് SI ഉണ്ട്, S1 എന്ന് വിചാരിക്കാം. ദെൻ ഇതിനും അതുപോലെ എന്തുണ്ടായിരിക്കും? S2 ഉണ്ടായിരിക്കും. സോ ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ ആംഗുലാർ മൊമെന്റം ആയിട്ട് S ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഇതിന് L1ഉം ഇതിന് L2ഉം ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ അതിന് രണ്ടിന്റെയും നമ്മൾ സം ചെയ്യുന്നു, ഒരു ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റവും നമുക്ക് കിട്ടുന്നു. ഈ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റവും ടോട്ടൽ സ്പിൻ ആംഗുലാർ മൊമെന്റവും ചേർന്നാണ് എന്തെന്ന് പറയുന്നത്? LS കപ്ലിംഗ് അല്ലെങ്കിൽ എന്താണ്? സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ. ആൻഡ് വി വിൽ ഗെറ്റ് എ ടോട്ടൽ ആംഗുലാർ മൊമെന്റം J. നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ആംഗുലാർ മൊമെന്റം J കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓരോ പാർട്ടിക്കിളിന്റെയും ആ ഒരു ന്യൂക്ലിയസിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ടോ ആ എല്ലാ ന്യൂക്ലിയസിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ പ്ലസ് അതിന്റെ സ്പിൻ ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ പ്ലസ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എല്ലാം ആഡ് ചെയ്യുന്നു, സ്പിൻ ആംഗുലാർ മൊമെന്റം എല്ലാം ആഡ് ചെയ്യുന്നു. ദെൻ അത് രണ്ടും കൂടി നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ ആംഗുലാർ മൊമെന്റം J കിട്ടുന്നു. Okay, that is J is equal to നമുക്ക് കിട്ടിയ ടോട്ടൽ ആംഗുലാർ മൊമെന്റം J എന്ന് പറയുന്നത് that is equal to modulus of L plus or minus S. ഇവിടെയാണ് നമ്മളുടെ സ്പ്ലിറ്റിംഗ് വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് നമ്മളുടെ എനർജി ലെവൽ സ്റ്റേറ്റ്സുകൾ. ഓക്കെ, നമുക്ക് ഇതിന് മുന്നേ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. നോക്കിയേ, ഇതിൽ എന്താണ്? വിത്തൗട്ട് LS coupling and with LS coupling അല്ലെ? without LS coupling and with LS coupling. ഓക്കെ, വിത്തൗട്ട് LS കപ്ലിംഗ് ആവുന്ന സമയത്ത്, LS കപ്ലിംഗ് ഇല്ലാത്ത സമയത്ത് നമ്മളുടെ എനർജി ലെവൽസ് എങ്ങനെയാടാ?
അതിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു സ്പ്ലിറ്റിങ്ങും നടക്കുന്നില്ല വിത്തൗട്ട് LS കപ്ലിംഗ്. അപ്പൊ എങ്ങനെയാണ് 1s അതുപോലെ തന്നെ പോകുന്നു. there is no splitting അല്ലെ. ഇനി അടുത്തത് ഏതാണ്? 1p 1d 2s 1f ഇങ്ങനെയാണ് നമ്മളുടെ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റസ്. ഓക്കെ, ആദ്യത്തെ നമ്മളെ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റസ് ഇങ്ങനെയായിരുന്നു. ഇതിലേക്കാണ് നമ്മൾ ന്യൂക്ലിയോൺസ് ഫിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നില്ല? LSനെ, അതായത് സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷനെ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ വെൻ വി കൺസിഡർ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ എനർജി ലെവൽസുകൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്? ഇനി ഓരോ ഓർബിറ്റലിന്റെയും സ്പ്ലിറ്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വിത്തൗട്ട് LS ആദ്യം നമ്മൾ എന്താണ്? സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ കൺസിഡർ ചെയ്യാത്ത സമയത്ത് നമ്മളുടെ എനർജി സ്റ്റേറ്റസുകൾ എങ്ങനെയായിരുന്നു? 1s 1p 1d 2s 1f അങ്ങനെയായിരുന്നു. ഇനി ഇവരൊക്കെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. നമുക്ക് ഒന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടി എന്താണ്? ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്താണ്? ഒരു ന്യൂക്ലിയസിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് J = mod L ± S ആണ് എന്നുള്ളത്. ഇനി നമുക്ക് എന്താണ്? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? L+S ആയിരിക്കും ഒരു എനർജി ലെവല്, അടുത്തത് L-S, L+S ഉം L-S. ഓക്കെ, അപ്പൊ ഞാൻ ആറ്റത്തിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ടിന്റെയും ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെയും സ്പിൻ ആംഗുലാർ മൊമെന്റവും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവർക്ക് ഹൈ എനർജി ആയിരിക്കും, ഹൈ എനർജി ലെവൽ ആയിരിക്കും, ഹൈ എനർജി ആയിരിക്കും ആ സിസ്റ്റത്തിന്. നേരെ തിരിച്ചാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. കണ്ടോ? ഇൻ ഓപ്പോസിറ്റ് ടു ആറ്റോമിക് മോഡലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ കൂടുതൽ എനർജി ഉള്ളത് ആർക്കാണ്? L-S ഉള്ള എനർജി സ്റ്റേറ്റ് ആയിരിക്കും ഹയർ എനർജി, ആൻഡ് L+S ആയിരിക്കും ലോവർ എനർജി. ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം, L+S ലോ എനർജിയും L-S എന്തുള്ളത്? ഹൈ എനർജി ഉള്ളത്. ഓക്കെ, അപ്പോ കൺഫ്യൂസ്ഡ് ആവണ്ട, നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം S ഓർബിറ്റിൽ നോക്കാം. S ഓർബിറ്റിലെ കേസിൽ എന്താണ്? എസിന് എന്താണ്? Lന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ സ്പിൻ എന്ന് പറയുന്നത് എത്രയാണ്? ന്യൂക്ലിയോൺസിന്റെ സ്പിന് ന്യൂട്രോൺസിന്റെയും പ്രോട്ടോണിന്റെയും സ്പിന് 1/2 ആണ്. ദേ ആർ ഫെർമിയോൺസ് അല്ലെ. സോ നമ്മുടെ J വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? L+S അല്ലെങ്കിൽ L-S. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. ഓക്കെ, മോഡുലസ് ഓഫ് 1/2. ദാറ്റ് ഈസ് ഇവിടെ എന്തില്ല? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഇല്ല. Lന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അവിടെ ഒരു ഇന്ററാക്ഷൻ വരുമോ? സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനർജി ലെവലിൽ എന്തുണ്ടാവില്ല? സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല. LS എങ്ങനെ തന്നെ പോകും? ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് ഇല്ലാതെ അതുപോലെ തന്നെ പോകും. ഇപ്പൊ സപ്പോസ് 1s ആണെങ്കിൽ 1s എന്ത് ചെയ്യും? അതുപോലെ തന്നെ പോകും. ഓക്കെ, ദർ ഈസ് നോ സ്പ്ലിറ്റിംഗ്. ഓക്കെ, ഇനി അടുത്ത ഓർബിറ്റ് നോക്കുക. നെക്സ്റ്റ് നമുക്കുള്ളത് P ആണ്. P എങ്ങനെയൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും? Pന്റെ L വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. S എന്ന് പറയുന്നത് സ്പിൻ എന്ന് പറയുന്നത് 1/2. Then J is equal to L+S and L-S. So L+S means 1 + 1/2. That is equal to 3/2. Then L-S is equal to 1 - 1/2. 1 - 1/2 is equal to 1/2. ഓക്കെ, ഇവിടെ P ഓർബിറ്റൽ നമ്മൾ ആദ്യം LS കപ്ലിംഗ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ P ഓർബിറ്റലായിട്ട് തന്നെ പോകുന്നു. ദെൻ LS കപ്ലിംഗ് കൺസിഡർ ചെയ്തപ്പോൾ അത് രണ്ട് എനർജി ലെവൽസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ ഏതിനായിരിക്കും ലോവർ എനർജി, ഏതിനായിരിക്കും ഹയർ എനർജി? രണ്ട് എനർജി സ്റ്റേറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? P3/2 അതുപോലെ തന്നെ P1/2. ഇതിൽ ഏതിനായിരിക്കും ഹയർ എനർജി, ഏതിനായിരിക്കും ലോ എനർജി? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഏതിനാണ്? L-S ഹൈ എനർജി ഉണ്ടായിരിക്കുക. സോ ഇവിടെ വരുന്നത് ഏതാണ്? P1/2. This is P1/2 എനർജി സ്റ്റേറ്റ് ആൻഡ് ദിസ് is L+S ആയിട്ടുള്ള 3/2 ലോവർ എനർജി. ഓക്കെ, അപ്പൊ നമ്മളുടെ P ഓർബിറ്റില് സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ കൺസിഡർ ചെയ്തപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമുക്ക് രണ്ട് എനർജി സ്റ്റേറ്റ് കിട്ടി, P3/2 P1/2. പക്ഷേ ഹൈ എനർജി ആർക്കാണ്? L-S ദാറ്റ് ഈസ് P1/2 ആണ്. ഇതാണ് ഹൈ എനർജി ആൻഡ് ദിസ് പോസസ് ലോ എനർജി.
ഓക്കെ, ദെൻ ഇതുപോലെ നമുക്ക് എന്തൊന്നും കൂടെ നോക്കാം, ഡിയും കൂടെ നോക്കാം. സോ ഡി ആണെന്നുണ്ടെങ്കിൽ ഡിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു 1/2. സോ ജെ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എൽ പ്ലസ് ഓർ മൈനസ് എസ്, that is equal to 2 plus 1/2 and 2 minus 1/2. That is equal to 2 plus 1/2 is 5/2 and 2 minus 1/2 is 3/2. Okay, 2 plus 1/2 and 2 minus 1/2, 3/2 and 5/2. That means നമ്മൾ d orbital നമ്മൾ spin orbital interaction consider ചെയ്യാത്തപ്പോൾ ഇങ്ങനെയായിരുന്നു. Then consider ചെയ്തപ്പോൾ it will split into two energy status, high energy and low energy. So ഇവിടെ ആരായിരിക്കും high energy വരുന്നത്, d 5/2 or d 3/2? Of course it is d 3/2 and lower energy d 5/2. Okay, d 3/2 and d 5/2. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ എനർജി സ്റ്റേറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എപ്പോ, when we consider the spin orbit interaction. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, ഇപ്പൊ നമ്മൾ എനർജി ലെവൽസ് എങ്ങനെയൊക്കെയായി സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഓരോ എനർജി ലെവൽസ് എത്രത്തോളം ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നോക്കണ്ടേ. ഓരോ എനർജി ലെവൽസിലും എത്രത്തോളം ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മളുടെ ഈ എനർജി ലെവൽസ് ഒക്കെ എന്തിനാണ്, ന്യൂക്ലിയോൺസിനെ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലേ. അപ്പൊ ഓരോ എന്താണ് എനർജി സ്റ്റേറ്റിലും എത്രത്തോളം ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2J+1. അതിന് കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ ആണ് 2J+1. 2J+1. 2J+1, where J എന്ന് പറയുന്നതാണ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം. J is the total angular momentum. സോ നമ്മൾ എസ് നോക്കാൻ ആദ്യം അതുപോലെ തന്നെ എസിന്റെ ജെ എന്ന് പറയുന്നത് എത്രയാണ്, L 0 ആയതുകൊണ്ട് L + 1/2 L - 1/2 അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് 1/2. J is equal to 1/2 ആണ്. സോ എസ് എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ എത്ര ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, 2 into ജെക്ക് പകരം 1/2 കൊടുക്കുക plus 1. 2 get cancelled. That is 1 + 1 is equal to 2. സോ എസ് എനർജി സ്റ്റേറ്റിൽ നമുക്ക് 2 ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇതുപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പി ഓർബിറ്റൽ നോക്കാം. സോറി, പി എനർജി സ്റ്റേറ്റ്സ് നമുക്ക് നോക്കാം. പിയിൽ നമുക്കറിയാം പി എന്നാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് പി സ്പ്ലിറ്റ് ഇൻ ടു P1/2 and P3/2. സോ ഈ രണ്ട് എനർജി സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസും സെപ്പറേറ്റ് കാണും. സോ ആദ്യം നമുക്ക് P1/2 ഇതല്ലേ ഹൈ എനർജി സ്റ്റേറ്റ്. സോ P1/2 ഇക്വേഷൻ എന്താണ്, 2J+1. ഇവിടുത്തെ ടോട്ടൽ ആംഗുലർ മൊമെന്റം എത്രയാണ്, 1/2. സോ 2 into 1/2 + 1 നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ദാറ്റ് മീൻസ് ഈ P1/2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമുക്ക് 2 ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി P3/2 2J+1. ദാറ്റ് ഈസ് J എത്രയാണ്, 3/2. സോ 2 into 3/2 plus 1. 2 get cancelled. 3 + 1 is equal to 4. അതായത് എന്താണ്, P3/2 നമുക്ക് 4 ന്യൂക്ലിയോൺസ് വരെ അക്കോമഡേറ്റ് ചെയ്യാം. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ്, ലോ എനർജി സ്റ്റേറ്റിലല്ലേ കൂടുതൽ ആളുകൾ നിൽക്കാൻ നോക്കുക, അവിടെയല്ലേ ഒന്നും കൂടി സ്റ്റേബിൾ. സോ അപ്പൊ ലോവർ എനർജിയിൽ കൂടുതൽ ആളുകൾ, ഹയർ എനർജിയിൽ കുറവ് ആളുകൾ. ഓക്കെ, നമുക്കറിയാം പി ഓർബിറ്റലിൽ മൊത്തം എത്രയാണ് പാർട്ടിക്കിൾസിനെ കൊള്ളുന്നത്, അപ്പോൾ 6 ആണ് അല്ലേ. അപ്പൊ അതില് 4 പാർട്ടിക്കിൾസ് എവിടെയാണ്, P3/2 ബാക്കി 2 P1/2. ഇനി ഇതുപോലെ സെയിം വാല്യൂ നമുക്ക് ഏതും കാണാം, ഡി ഓർബിറ്റൽ എത്ര ഡി ഓർബിറ്റലിൽ ഡി എനർജി സ്റ്റേറ്റിൽ നമ്മൾ ഇതുപോലെ എത്ര ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, D3/2 D3/2 and D5/2 ആണുള്ളത്. സോ D3/2 ആണെങ്കിൽ 2 into 3/2 plus 1, that is 2J+1. 2 into 3/2 plus 1, 4. 4 ന്യൂക്ലിയോൺസ് വരെ അക്കോമഡേറ്റ് ചെയ്യാം. ദെൻ D5/2 ആണെങ്കിൽ J എത്രയാണ്, 5/2. സോ 2 into 5/2 plus 1, that is 6. അതായത് 6 ന്യൂക്ലിയോൺസിനെ വരെ നമുക്ക് എന്ത് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താണ് ഓർബിറ്റൽസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, എനർജി സ്റ്റേറ്റ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇതിനാണ് ഹൈ എനർജി, ലോ എനർജി,
ഓരോന്നിലും എത്രത്തോളം ന്യൂക്ലിയൻസിനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇവരുടെ ഓർഡർ, അല്ലെങ്കിൽ എനർജിക്ക് അനുസരിച്ചല്ലേ ഇവർ ഓർഡർ ചെയ്യുന്നത്, ലോ എനർജി ടു ഹൈ എനർജി. സോ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഓർഡർ? എസ് പി പി ഡി എസ് ഡി എഫ് പി ജി. ഓക്കെ, സോ ഇതിലെങ്ങനെയാണ്? ആദ്യം എസ് ആണ്, ദാറ്റ് ഈസ് 1s. അതിന്റെ ആംഗുലർ മൊമെന്റം, ടോട്ടൽ ആംഗുലർ മൊമെന്റം ആണ് ഇവിടെ എഴുതേണ്ടത്. 1s 1/2. ആ എസ് ഓർബിറ്റിൽ എത്ര ന്യൂക്ലിയൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 2. കണ്ടോ? 1s 1/2. ഇതിൽ ഓരോന്നും എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം? ഇതെന്താണ്? ടോട്ടൽ ആംഗുലർ മൊമെന്റം ആണ്. ഈ 1/2 എന്നുള്ളത് ടോട്ടൽ ആംഗുലർ മൊമെന്റം ആണ്. അതിൽ എത്ര ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത എനർജി സ്റ്റേറ്റ് വരുന്നത് 1p ആണ്. 1pയിൽ ഏതിനാണ് എനർജി പിന്നെ കുറവ്? 3/2-ന്. ഓക്കെ, ആംഗുലർ മൊമെന്റം കൂടിയതിനാണ് എനർജി കുറവ്. സോ നെക്സ്റ്റ് 1p 3/2. അതിൽ എത്ര ന്യൂക്ലിയോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 4. നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് 1p. p നെ രണ്ടെണ്ണായി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അടുത്തത് എനർജി കൂടിയത് 1p 1/2. അതിൽ 2 ന്യൂക്ലിയോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് 1d ആണ്. 1d എനർജി കുറഞ്ഞത്, ദാറ്റ് ഈസ് 1d 5/2. അതിൽ 6 ന്യൂക്ലിയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിന് പിന്നെ വരുന്നത് 2s 1/2. പിന്നെ എനർജി കുറഞ്ഞത് ഏതാണ്? 2s ആണ്. 2s 1/2. അതിൽ 2 ന്യൂക്ലിയോൺ. ദെൻ അടുത്തത് 1d തന്നെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്തില്ലേ? 5/2 ആയിട്ടും 3/2 ആയിട്ടും. സോ നെക്സ്റ്റ് എനർജി കുറവതിനാണ് 1d 3/2. അതിൽ 4 ന്യൂക്ലിയോൺസ്. ഇങ്ങനെ എന്ത് ചെയ്യും? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, സോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് എന്താണ് എനർജി ലെവൽസിന്റെ സ്പ്ലിറ്റിംഗ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ന്യൂക്ലിയോൺസ് ഇങ്ങനെ എന്താണ് ഇതിലേക്ക് ഇട്ടിട്ട് നോക്കിയാൽ മതി. സോ നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് മാജിക് നമ്പേഴ്സിന് ഇത്രയും സ്പ്ലിറ്റ് കാണാനല്ലേ നമ്മള് ഇൻഫൈനൈറ്റ് സ്ക്വയർ വെല്ലും അതുപോലെ ഹാർമോണിക് ഓസിലേറ്ററും എനർജി ലെവൽസ് വെച്ച് നോക്കിയപ്പോൾ ആ നമ്പേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ വെച്ചിട്ടുള്ള എനർജി സ്പ്ലിറ്റിംഗ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് നമ്മള് ന്യൂക്ലിയോൺസിനെ ഫില്ല് ചെയ്തു നോക്കി. സോ നമുക്ക് കിട്ടിയത് നോക്കിയേ, ഫസ്റ്റ് 1s ഓർബിറ്റൽ. One second. Okay. 1s ഓർബിറ്റൽ നമ്മൾ LS കപ്ലിംഗ് കൺസിഡർ ചെയ്യുന്നില്ല. സോ ദർ ഈസ് നോ സ്പ്ലിറ്റിംഗ്. വെൻ വി കൺസിഡർ LS കപ്ലിംഗ്, അപ്പോഴും എസിന് സ്പ്ലിറ്റിംഗ് ഇല്ല. എസിൽ എത്ര ന്യൂക്ലിയോൺസിനൊക്കെ ഉള്ളും? 2. ഓക്കെ, സോ ദാറ്റ് ഈസ് 2. Then there is an energy gap. Then p orbital. Then p split into p 3/2 and p 1/2. So p 3/2 4 nucleons, p 1/2 2 nucleons, total 6. Then this 2 plus 6 is equal to 8. 2 plus 6 is equal to 8. Then അടുത്തത് ഏതാണ്? 1d ആണ്. Next is 1d. കണ്ടോ? 1d. 1d എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? d 3/2, d 5/2. അതിൽ d 5/2 6 ന്യൂക്ലിയോൺസ്, d 3/2 4 ന്യൂക്ലിയോൺസ്. ഇവരുടെ രണ്ടിനും ഇടയിലുള്ള 2s. നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? 1d 5/2 ആയിട്ട് ഞാൻ ആരെ എഴുതിയത്? 2s 1/2-നെയാണ്. കാരണം അതിന് 1d 3/2-നേക്കാൾ എനർജി കുറവാണ്. സോ ഈ 2s-ലെ എത്ര ന്യൂക്ലിയോൺസിനെ കൊള്ളും? 2. സോ നോക്കിയേ, 6 plus 2 plus 4 എത്രയാണ്? 6 plus 4 10, 10 plus 2 12. സോ നമുക്ക് ഇവിടെ 8 കിട്ടിയിരുന്നു. 8 plus 12 എന്ന് പറയുന്നത് എത്രയാണ്? 20. Okay, 2, 8, 20. Then next 1f. Okay, 1f നമ്മള് 1f ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിട്ടാണ് ഇതാക്കുന്നത്? 1f 1/2, 1f 7/2. 1f 1/2, 1f 7/2. ഈ 1f 7/2-ല് 8 ന്യൂക്ലിയോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു 20 നേരത്തെ കിട്ടിയിരുന്നു, പ്ലസ് 8 28. ഓക്കെ, ഇത് ഒറ്റക്കാണ്. ബിക്കോസ് ഇതിന് ഇങ്ങോട്ടും ഹൈ എനർജി ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങോട്ടും ഒരു ഹൈ എനർജി ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 1f കഴിഞ്ഞിട്ട് 2p. പിന്നെ അതിന്റെ ഇടയിൽ വരുന്നതാണ് 2p. 2p രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ 2p-ന്റെ 3/2 എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ് വരുന്നത്, എനർജി കുറവാണ്. സോ 2p 3/2, 1f 1/2, 2p 1/2. ദെൻ നമ്മുടെ 1g-ന്റെ
1G 9/2 ഈ ഒരു എനർജി ഗ്യാപ്പിൽ വരുന്നുണ്ട്. കാരണം ഇത്രയും എനർജി സ്റ്റേറ്റസുകൾ അടുത്തടുത്താണ്. ഓക്കെ, അവർ തമ്മിലധികം എനർജി ഗ്യാപ്പില്ല. സോ അവരെല്ലാം അടുത്തടുത്തായത് കൊണ്ട് തന്നെ ദേ ആർ ബിലോങ്സ് ടു 1. സോ അവരുടെ ന്യൂക്ലിയോൺസിന്റെ നമ്പേഴ്സ് നോക്കിയേ. 2p-യിലാവുമ്പോൾ 2p 3/2 4, 1f 1/2 6, 2p 1/2 2, then 1g 9/2 10, that is equal to 22. So 28 plus 22 is equal to 50. Okay, so ഇങ്ങനെ നമ്മൾ എന്താണ് നോക്കുന്ന സമയത്ത് നമുക്ക് we will obtain the magic numbers 2, 8, 20, 28, 50. അതായത് ഒരു എനർജി ഗ്യാപ്പിൽ, അതായത് ഇവരുടെ ഇടയിൽ എന്താണ് ഹൈ എനർജി ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ഓരോ ഇതിന്റെ ഇടയിലും ഹൈ എനർജി ഗ്യാപ്പ് ഉണ്ട്. ഈ അടുത്തടുത്തുള്ള എല്ലാ എനർജി സ്റ്റേറ്റസുകളും നമ്മൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ we will obtain the magic numbers, which means high energy gap ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പിന്നെ അതിലേക്കൊരു പുതിയ ന്യൂക്ലിയോൺ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഇതിനെ റിമൂവ് ചെയ്യാൻ എന്താണ് അത്രയും എനർജി കൊടുക്കണം അല്ലെ? വിച്ച് മീൻസ് ദാറ്റ് അതാണ് എന്താണ് ഇപ്പൊ 2 അല്ലെങ്കിൽ 8. ഓക്കെ, 8 എന്ന് പറയുന്നത് ഒരു മാജിക് നമ്പർ ആണ്. ഈ മാജിക് നമ്പറുള്ള ന്യൂക്ലിയസ് ഹൈലി സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നത് കാരണം എന്താണ്? പിന്നീട് അടുത്ത ഒരു പുതിയ ന്യൂട്രോൺ ആഡ് ചെയ്യണമെങ്കിൽ അത് ഇതിലേക്ക് പോകണം അല്ലെ? അല്ലെങ്കിൽ ഇതിൽ നിന്നും ഓക്കെ ഒരു പുതിയ ന്യൂട്രോൺ ആഡ് ചെയ്യണമെങ്കിൽ അത് ഇതിലേക്ക് പോകണം. അപ്പൊ ഇത്രയും എനർജി ഗ്യാപ്പ് അത് എന്താണ് കടന്നു പോകണം. സോ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നില്ല, അപ്പൊ അവർ അതിന് ശ്രമിക്കുന്നില്ല. സോ ദേ ആർ ഹൈലി സ്റ്റേബിൾ. അതുകൊണ്ടാണ് മാജിക് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലിയസുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയസുകൾ ഹൈലി സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നത്. സോ നമ്മള് മാജിക് നമ്പേഴ്സിന്റെ എക്സിസ്റ്റൻസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു? ബൈ യൂസിങ് ദ ഷെൽ മോഡൽ, by using the spin orbit or by considering the spin orbit interaction. കാരണം സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവുമോ? എനർജി ലെവൽസിന് ഇല്ല. അവ എന്താണ് ജസ്റ്റ് കണ്ടോ സ്പ്ലിറ്റ് ചെയ്യാത്തതായിരുന്നു. ഈ ഒരു എനർജി ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ആ നമ്പേഴ്സ് കറക്റ്റ് അല്ല നമുക്ക് കിട്ടുന്നത്, മാജിക് നമ്പേഴ്സ് അല്ല കിട്ടുന്നത്. സോ while we consider the spin orbit interaction of the particles in the nucleus, we will obtain the splitting of energy levels. So thereby we can explain the existence of magic numbers by using nuclear shell model. So അപ്പൊ ഈ എനർജി ലെവൽസ് നിങ്ങൾ ആ എഴുതുന്നത് നോക്കി വെക്കണം. കാരണം ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു ന്യൂക്ലിയർ തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കുന്നതാണ് എന്താണ് സ്പിൻ ആൻഡ് പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് സ്പെക്ട്രൽ ടേം എഴുതുന്നത്, എങ്ങനെയാണ് സ്പിന്നും പാരിറ്റിയും കണ്ടെത്തുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, മാജിക് നമ്പേഴ്സ്. നൗ കമ്പയർ ദ മാജിക് നമ്പേഴ്സ് വിത്ത് മേജർ ക്ലോസ്ഡ് ഷെൽസ്. നമ്മൾ ആറ്റത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് ആറ്റത്തിൽ ഇനേർട്ട് ഗ്യാസസ് ആവുന്നത് എപ്പോഴാണ്? അവരുടെ ഷെൽസ് ക്ലോസ്ഡ് ആകുമ്പോൾ. ഇൻ ദ സെയിം വേ ഇവിടെയും എന്താണ് മാജിക് നമ്പേഴ്സ് അവരുടെ ഇതെന്താണ് ആ എനർജി സ്റ്റേറ്റസ് പിന്നെ അടുത്ത എനർജി ലെവലിലേക്ക് പോകുമ്പോൾ ഒരു ഹൈ എനർജി ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് മാജിക് നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് where the major shell closes and there is a energy gap. ഓക്കെ, അതുകൊണ്ടാണ് ഇൻ ദിസ് വേ, അതുകൊണ്ടാണ് മാജിക് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലൈഡുകൾ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കാണിക്കുന്നത്. Okay, so in this way the existence of magic numbers is explained by nuclear shell model with spin orbit interaction. ഓക്കെ, സോ നമ്മൾ ന്യൂക്ലിയർ ഷെൽ മോഡൽ ആണ് ഡിസ്കസ് ചെയ്തത്. അതിലെ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ, ദെൻ എങ്ങനെ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ കൺസിഡർ ചെയ്യുന്ന ഒരു കേസിലേക്ക് നമ്മൾ എത്തി അല്ലെ. വുഡ്സ് ആക്ഷൻ പൊട്ടൻഷ്യലും ഫെയിലിയർ ആയ സമയത്താണ് നമ്മൾ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. കാരണം എന്താണ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും രണ്ടിനും സ്പിൻ ഉണ്ട്. ദേ ഹാവ് ഫെർമിയോൺസ് ആൻഡ് സ്പിൻ ഇസ് ഈക്വൽ ടു 1/2 angular orbit motion around the nucleus. സോ അത് തമ്മിൽ ഇന്ററാക്ഷൻ കാരണം എനർജി ലെവൽസ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ എനർജി ലെവൽസ് ആണ് നമ്മൾ എന്താണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. അതിൽ ഓരോന്നിലും എത്ര ന്യൂക്ലിയോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇക്വേഷൻ 2J+1 വെരി ഇമ്പോർട്ടന്റ്. ടോട്ടൽ ആംഗുലാർ മൊമെന്റ് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്? J is equal mod L plus or minus S. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ എനർജി ആർക്കാണ്? L minus S നാണ്. ആൻഡ് ലോ എനർജി L plus S നാണ്.
Then magic numbers. Magic numbers it's very important. 2, 8, 20, 28, 50, and 120, 82, and 126. Okay, then electric quadrupole moment. Electric quadrupole moment is the deviation of a nucleus from its spherical symmetry. For a spherical, for magic number, the nucleus with the magic numbers, electric quadrupole moment is 0. Okay, so ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഓൾ അബൌട്ട് ഫോർ ടുഡേ. താങ്ക് യു. Thank you, Miss. Thank you.